ഗുഡ് മോർണിംഗ് എവറിബഡി. ഇന്ന് ഒരു ശനിയാഴ്ചയാണ്. എല്ലാ ശനിയാഴ്ചകളിലും നമ്മളുടെ ടൗണിൽ ഒരു ഫാമേഴ്സ് മാർക്കറ്റ് നടക്കാറുണ്ട്. സോ നമുക്കിന്ന് അവിടെ പോയി നോക്കാം. കഴിഞ്ഞ ആഴ്ച ഞാൻ അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിരുന്നു. ബട്ട് യൂട്യൂബിന് വേണ്ടി ഒരു വീഡിയോ എടുത്തില്ല. സോ ഐ തോട്ട് ടുഡേ ഐ ജസ്റ്റ് മേക്ക് എ വീഡിയോ ഓൺ അവർ ഫാമേഴ്സ് മാർക്കറ്റ് ഇൻ ടൗൺ. സോ ലെറ്റ്സ് ഗോ. ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ആഴ്ചയായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഒരു ഫാർമേഴ്സ് മാർക്കറ്റിൽ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ കുറച്ചധികം ഷോപ്പിങ്ങും കൂടെ ചെയ്തിരുന്നു. ഇവിടെ നിന്നാണ് ഞാൻ ആക്ച്വലി മേപ്പിൾ വുഡ് കൊണ്ടുണ്ടാക്കിയ ഒരു കട്ടിംഗ് ബോർഡൊക്കെ വാങ്ങിച്ചത്. ഇപ്പോൾ എൻ്റെ ആ കിച്ചണിൽ കൗണ്ടറിൽ അവിടെ ഇരിക്കുന്ന സാധനം ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് ഈ സമ്പ്രദായം എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പരിപാടി അങ്ങനെ എല്ലാ വർഷവും എല്ലാ സമയത്തും കാണപ്പെടുന്ന ഒന്നല്ല. നമ്മളുടെ ടൗണിൽ ജൂൺ മാസം മുതൽ ഓഗസ്റ്റ് മാസം അവസാനം വരെ നടക്കുന്ന ഒരു ഇവന്റ് ആണ്. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:30 മുതൽ 1:30 വരെ ഇവിടെ ഇങ്ങനെ കാണും. ഈ ടൗണിൽ തന്നെ താമസിക്കുന്നതും ഇതിന് ചുറ്റുമൊക്കെ താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ഒരു ചെറിയ ചെറിയ സംരംഭങ്ങളാണ്. അവരുടെ പ്രൊഡക്ട്സ് ഒക്കെ ഇവിടെ വെക്കാൻ വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണിത്. നമ്മുടെ നാട്ടിലെ പോലെ ഒരു ചെറിയൊരു ഓപ്പൺ മാർക്കറ്റ്. ഇവിടെ എല്ലാ തരത്തിലുള്ള പ്രൊഡക്ട്സ് കിട്ടും. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ബേക്ക് പ്രോഡക്ട്സ്, ഹണി, ജാം, ചെറിയ ചെറിയ ജ്വല്ലറീസ്, വുഡ് പ്രോഡക്ട്സ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. Drunken rats that left her to her sorry grave, they won't be laughing in another day. And you to whom adversity has dealt its final blow, we're smiling bastards lying to you. ഈ വീഡിയോ ഞാൻ എന്തായാലും വോയിസ് ഓവർ ചെയ്യാന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഓരോ സ്റ്റോറിൽ കയറി ഇറങ്ങുമ്പോൾ അവിടുത്തെ വെൻഡേഴ്സും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് സംസാരിക്കാറുണ്ട്. പിന്നെ ചിലരൊക്കെ ക്യാമറ കാണുമ്പോൾ അത്ര കംഫർട്ടബിൾ ആവാറില്ല. ചിലര് വീഡിയോ എടുത്തോളാൻ ഓക്കെ പറയാറുണ്ട്, ചിലർ വേണ്ടാന്ന് പറയാറുണ്ട്. കുറെയൊക്കെ റിഫ്യൂസിൽ ഇന്നും കിട്ടിയായിരുന്നു കേട്ടോ. പിന്നെ തൊലിക്കെട്ടി കുറച്ച് അല്പം കൂടുതലായതുകൊണ്ട് പിന്നെ അതൊന്നും വലിയ കാര്യമൊന്നും ആയില്ല. കുറെ പേര് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കണ്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ട് വീഡിയോ എടുക്കുവോ എന്നൊക്കെ ചോദിച്ചവരും ഉണ്ട്. സോ ഇറ്റ് വാസ് വെരി നൈസ് എക്സ്പീരിയൻസ്. ഇവിടെ കാണുന്നത് പോട്ടറി ആണ്. ഇവിടുത്തെ ലേഡി സ്വന്തമായി ചെയ്ത കുറേ ആർട്ടുകളാണ്. ഞാൻ അവരോട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നത് എവിടെന്നാ പഠിച്ചേ, എവിടെന്ന് ഞാൻ പോയി പഠിക്കണോ എന്നൊക്കെ. അവര് കൈകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന ഒരുപാട് കുറേ ഡെക്കോർ ഐറ്റംസ് ഒക്കെയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അടുത്ത സ്റ്റാളിൽ ഞാൻ കയറി. അവിടെ ഒരു സ്റ്റോൺ കളക്ഷൻ ഉള്ള ഒരു പ്ലേസ്. ഈ കാണുന്നത് ഒരു വുഡാണ്. ഈ കാണുന്നത് ഒരു ലാവൻഡറിന്റെ ഒരു ഇൻസെൻസ് പോലെയുള്ള സാധനങ്ങൾ. ഇത് രണ്ട് നമ്മൾ വീട്ടിൽ ഇങ്ങനെ കത്തിച്ച് വെക്കാറുണ്ട്. എൻ്റെ അടുത്ത് ലാവൻഡറിന്റെ ഇല്ല, എൻ്റെ കയ്യിലുള്ളത് ഒരു സീജിന്റെ ഇതുപോലെ ഒരു സാധനമാണ്. ഇടയിലൊക്കെ വീട്ടിൽ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ കത്തിച്ച് വെക്കാറുണ്ട്. പിന്നെ ഇതൊക്കെ ക്രിസ്റ്റൽസ് ആണ് കേട്ടോ. ക്രിസ്റ്റൽസും സ്റ്റോൺസും അടങ്ങിയ ഒരുപാട് കളക്ഷൻസ്. ഇവിടുത്തെ ചില ആൾക്കാർക്ക് ഇതിന്റെ കളക്ഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് കല്ലിൽ കൊത്തി പണിത ചില രൂപങ്ങളാണ് ഇതൊക്കെ. എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ തഞ്ചാവൂർ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ കല്ലിൽ കൊത്തുപണി ചെയ്ത ഒരുപാട് ഇതുപോലുള്ള സാധനങ്ങളല്ല, ഒരുപാട് വിഗ്രഹങ്ങളും അമ്പലങ്ങളിലേക്കൊക്കെ കുത്തുപണിയൊക്കെ ചെയ്തിട്ടുള്ള വലിയ വലിയ വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മുടെ അഗ്നിപർവ്വതം പൊട്ടിയൊലിച്ച് അതിൽ നിന്ന് ഉണ്ടായ ഒരു സ്റ്റോൺ ആണ്. ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ പുള്ളിക്കാരൻ എനിക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പലതരത്തിലുള്ള സ്റ്റോണുകൾ നോക്കി നിന്ന് അങ്ങനെ കണ്ണ് മഞ്ഞളിച്ച് പോകുമെന്ന് പറയില്ലേ, അതുപോലെ. ഈ കാണുന്നത് കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് വിശ്വസിക്കും. ഞാൻ ആദ്യം വിചാരിച്ചു കല്ലിൽ ഉണ്ടാക്കിയ എന്തൊരു സാധനം പെയിന്റ് അടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, അത് കല്ലിന്റെ നിറം തന്നെയായിരുന്നു. ഇറ്റ് വാസ് സോ മെസ്മറൈസിങ്. ചില വെൻഡേഴ്സ് ഇതുപോലെ തൈകളൊക്കെ കൊണ്ടുവയ്ക്കാറുണ്ട്. ഞാൻ അവിടെ ചെന്ന് നോക്കിയായിരുന്നു. അവിടെ കുറേ റോസ്മേരിയുടെയും ലാവൻഡറിന്റെയും വെജിറ്റബിൾസും ഒക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്ന സ്ഥലം. പിന്നെ ഇവിടെ ഈ കാണുന്ന സാധനങ്ങളൊക്കെ എനിക്ക് വീട്ടിലേക്ക് വാങ്ങിച്ചിട്ട് പോകണമെന്നുണ്ടായിരുന്നു. ഫുഡ് സേഫ്റ്റി ആയിട്ടുള്ള ഒരുപാട് ബൗൾസ് ആണ്. കൈകൊണ്ട് നിർമ്മിച്ച ഒരുപാട് ബൗൾസ് ആണ്. പല പല മരങ്ങളും ഉണ്ട് ഇതിനകത്ത്. കുറേ മേപ്പിൾ വുഡ് ഉണ്ട്, ഹണി ലോബസ്റ്റ, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ വുഡുകളൊക്കെ ഉണ്ടാക്കി ഒരുപാട് ബോൾസ് ഉണ്ടായിരുന്നു. ഒരുപാട് വാങ്ങിച്ചൊന്നുമില്ല, കാരണം ഇത് അത്ര എക്സ്പെൻസീവ് ആണ് കേട്ടോ. പൊതുവെ അധികം ഞാൻ അങ്ങനെ വാങ്ങിക്കാനൊന്നും നിന്നില്ല. ബട്ട് ഒരുപാട് പേര് ഇവിടെ നിന്ന പുള്ളിക്കാരനൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പൊ എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു വീഡിയോ എടുത്തോ. ഓഫ് കോഴ്സ് എടുത്തോ. അപ്പൊ പുള്ളിക്കാരൻ ഞാൻ കുറച്ച് 2 ഫോട്ടോസ് ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇതുപോലെ ഈ ചെറിയൊരു പ്ലേസിലാണെങ്കിൽ ഒരുപാട് സ്റ്റാൾസും സ്റ്റോഴ്സും തുറന്നു വെച്ചിട്ടുണ്ട് ഫുഡ് ഐറ്റംസ് ഉള്ള. ഇതൊരു ബേക്കറി ആയിരുന്നു. ഒരുപാട് തരത്തിലുള്ള ബ്രെഡും ടാർട്സും അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് ഡെസേർട്ടും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ബേക്ക്ഡ് പ്രോഡക്ട്സ് കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. വീണ്ടും അവിടെ നടന്ന് നീങ്ങിയപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ ഈ ഫ്ലവർ സ്റ്റോളിലുള്ള പുള്ളിക്കാരൻ എന്നെ എങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞതായിരുന്നു. സോ അവരുടെ ഗാർഡനിൽ ഉണ്ടായ പൂക്കളൊക്കെ വെച്ചിട്ട് അവർ മീസൺ ജാർസിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഫ്ലവേഴ്സ് ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അതിങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുകയായിരുന്നു. സോ നൈസ്. നമ്മൾ നാട്ടിലൊന്നും കാണാത്ത തരത്തിലുള്ള പല പൂക്കളും ഒക്കെയാണ്. അതിൻ്റെയൊക്കെ പേര് എനിക്ക് പറഞ്ഞു തന്നു, പക്ഷെ ഇപ്പൊ പറയാൻ ഒരു ഐഡിയ ഇല്ല. പിന്നെ ഈ സ്റ്റോറിൽ നിന്നാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ മേപ്പിൾ വുഡിന്റെ ഒരു കട്ടിംഗ് ബോർഡ് വാങ്ങിച്ചത്. പുള്ളിക്കാരൻ ഞാൻ നടന്നു പോയപ്പോഴേ പുള്ളിക്കാരൻ എന്നെ കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പുള്ളിക്കാരൻ എന്താ ഒരു മിലിറ്ററി ഓഫീസറാണ്. റിട്ടയർമെന്റിന് ഈ ഒരു കരകൗശല വിദ്യകൾ ഇങ്ങനെ ചെയ്ത് ഒരു ഹോബിയായിട്ട് പോകുന്നു. പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് നമ്മൾ എവിടെ താമസിക്കുന്നതെന്ന്. ഞങ്ങൾ ഈ മസ്കോക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ താമസിക്കുന്നത്. കുറെ കാടുകളാലും വാട്ടർഫോൾസിലും ലേക്സുകളും ഒക്കെ ചുറ്റപ്പെട്ട ഒരു അതിമനോഹരമായ ഒരു സ്ഥലം. അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ ഇവിടെ താമസിക്കുന്നത്. സോ അവിടെ എഴുതി വെച്ചിരിക്കുന്ന പോലെ തന്നെ ലേക്കും ലൈഫും. സോ നമ്മുടെ വീടിന് ചുറ്റും ഒരുപാട് ലേക്സ് ഉണ്ട് ഇതുപോലെ. ഇത് കണ്ടോ, ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇനിയൊന്നും ഷോപ്പിംഗ് മോൾസിലൊന്നും പോയൊന്നും ഞാൻ ഷോപ്പ് ചെയ്യില്ല എന്ന് എന്തായാലും ഞാൻ തീരുമാനിച്ചു. നാട്ടിലേക്ക് പോകുമ്പോൾ ഇവരുടെ കയ്യിൽ നിന്നൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോയാൽ കുറെ ഒത്തന്റിക് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. റാദർ ദാൻ ഒരു ഷോപ്പിംഗ് മോളിൽ പോയി ഒരു പ്രീമിയം ബ്രാൻഡിന്റെ ഒരു പെർഫ്യൂമോ ഷൂവോ വല്ല ഗാഡ്ജറ്റ്സോ വാങ്ങിക്കുന്നതിനേക്കാളും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറെ ഒരു ഓർമ്മയാണ്. അപ്പൊ ഞാൻ എന്തായാലും ഇനി നാട്ടിലേക്ക് പോകുമ്പോൾ ഇതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ചു. ഈ ഫിഗേഴ്സ് കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഓർമ്മ വരും. ഞാൻ എന്റെ കഴുത്തിൽ കിടക്കുന്ന മാല ഞാൻ ഇവരുടെ നിന്നാണ് വാങ്ങിച്ചത് കഴിഞ്ഞ ഒരു ഫെസ്റ്റിന് പോയപ്പം. പിന്നീടാണ് അറിയുന്നത് നമ്മളും ഇവരും ഒക്കെ പോകുന്ന സെയിം ജിമ്മിലാണെന്ന്. ഞാൻ അവരെ അവിടെ വെച്ച് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇന്നിപ്പോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറെ ഫോട്ടോസ് അവർക്ക് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതൊരു മാഗസിനിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോട്ടോ ക്രെഡിറ്റ്സ് ഒക്കെ തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരുപാട് ആൾക്കാരെ ഇതുപോലെ പരിചയപ്പെടാൻ പറ്റും. കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും, വിച്ച് ഐ റിയലി ലൈക്ക് അബൌട്ട്. So anyway, I'm gonna wind up this video, guys. I hope you really liked it too. I'll see you guys in my next video. Till then, bye.